ഇനി കാർഷിക വാർത്തകൾ. ബസ്മതി അരി എന്ന പേര് ട്രേഡ് മാർക്കായി രജിസ്റ്റർ ചെയ്യണമെന്ന എബ്ഡയുടെ ഹർജി ഓസ്ട്രേലിയൻ ഫെഡറൽ കോടതി തള്ളി. സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളെ വേർതിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അപേക്ഷ നിരസിച്ചത്. ഷാംപെയിൻ എന്ന പേര് പോലെ തന്നെ ബസുമതി റൈസ് എന്ന പദം ട്രേഡ് മാർക്കായി രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി നൽകിയ അപ്പീൽ ഓസ്ട്രേലിയയിലെ ഫെഡറൽ കോടതി തള്ളി. ഓസ്ട്രേലിയയുടെ 1995 ട്രേഡ് മാർക്ക് ആക്ടിൽ APEDA സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളെ സാക്ഷ്യപ്പെടുത്താത്ത പട്ടികയിൽ നിന്ന് വേർതിരിച്ചറിയാൻ ഈ പദത്തിന് കഴിയില്ലെന്ന് ഫെഡറൽ കോടതി നിരീക്ഷിച്ചു. സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളെയോ സേവനങ്ങളെയോ വേർതിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു സർട്ടിഫിക്കേഷൻ ട്രേഡ് മാർക്കിന്റെ രജിസ്ട്രേഷൻ അപേക്ഷ നിരസിക്കുന്നതിന് കാരണമായി വ്യവസ്ഥ ചെയ്യുന്നു. GI ഭൗമസൂചിക വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ സമീപനത്തിൽ ഒരു പോരായ്മയുള്ളതായി വ്യാപാര വിശകലന വിദഗ്ധരും GI വിദഗ്ധനും കണ്ടെത്തി. പൊതുവെ ബസ്മതിക്ക് GI പദവി ലഭിക്കാൻ ഇന്ത്യ ശ്രമിക്കേണ്ടതുണ്ട്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ തുടങ്ങിയ ന്യൂ വേൾഡ് രാജ്യങ്ങളിൽ വൈനുകൾക്ക് മാത്രമാണ് GI പദവിയുള്ളത്. ഇന്ത്യയുടെ GI ആവശ്യകതകൾ നിറവേറ്റുന്നതിനുള്ള നിയമനിർമ്മാണം ഇവിടെയില്ല. അതിനാൽ വേർഡ് മാർക്ക് സർട്ടിഫിക്കേഷൻ തേടേണ്ട അവസ്ഥയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കൃഷിസഖി പദ്ധതിക്ക് തുടക്കമായി. കൃഷിയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കൃഷിസഖി പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 3.5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. വനിതാ കർഷകർക്കും കാർഷിക സംരംഭകർക്കും വേണ്ട പ്രത്യേക പരിശീലനങ്ങളും വനിതാ കർഷക കൂട്ടായ്മകൾക്കുള്ള പ്രത്യേക സഹായങ്ങളും ഉണ്ടാകും. മൂല്യവർദ്ധിത ഉൽപ്പന്ന പരിശീലനമാണ് ലക്ഷ്യം. ഈ വർഷം വനിതാ കർഷക കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതിനും പരിശീലനങ്ങൾക്കും ആയിരിക്കും മുൻഗണന. വനിതാ കർഷക വർഷം കൂടിയായതിനാൽ പ്രാദേശിക പരിപാടികളിൽ വനിതാ കർഷകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ആദരിക്കാനും മന്ത്രി T. സിദ്ദിഖ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാർഷിക വൃത്തി പൂർണ്ണമായും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുമെന്നും കാർഷിക സർവകലാശാലയിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് ഗൗരവത്തോടെ ഇതിനെ സമീപിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്ത് പഴങ്ങളുടെ വിലയിൽ വൻ വർധന. തമിഴ്നാട്ടിൽ നിന്ന് പഴങ്ങളുടെ വരവ് കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് കാരണം. കർഷകർക്ക് പ്രതീക്ഷയേകി പഴങ്ങളുടെ വില കുതിച്ചുയരുന്നു. VFPCK വിപണന കേന്ദ്രങ്ങളിൽ 2 ആഴ്ച മുൻപ് നേന്ത്രക്കായ്ക്ക് കിലോഗ്രാമിന് 45 രൂപ ലഭിച്ച സ്ഥാനത്ത് ഇപ്പോൾ 62 രൂപയിലെത്തി. ഇതിനനുസരിച്ച് ചില്ലറ വിപണിയിൽ വില ഉയരുന്നത് ഉപഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നേന്ത്രപ്പഴത്തിന് ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് 66 രൂപയിലെത്തിയിട്ടുണ്ട്. നേന്ത്രക്കായ്ക്ക് പുറമെ മറ്റിനങ്ങൾക്കും വില കൂടി. പൂവൻ പഴത്തിന് 2 ആഴ്ച മുൻപ് 38 രൂപ കർഷകർക്ക് ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 42 രൂപയായി. പാളയംകോടനും റോബസ്റ്റയ്ക്കും 25 രൂപ ലഭിച്ചിരുന്നത് 30-ലെത്തി. അടുത്ത ആഴ്ചയോടെ വില വീണ്ടും കൂടുമെന്നാണ് വിലയിരുത്തുന്നത്. ഓണക്കാലം അടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പഴങ്ങൾ എത്തുന്നതാണെങ്കിലും ഇത്തവണ വരവ് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന് കാരണമായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.